അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ആം ആദ്മി പാർട്ടി അഴിമതിക്കെതിരായിട്ട് പ്രസംഗിച്ചു വന്നിട്ടുള്ള ഒരു ഹ്രസ്വ വസന്തമായിരുന്നു. അത് കഴിഞ്ഞു. അതിന് പ്രത്യയശാസ്ത്രത്തിന്റെ അടിത്തറയില്ല, അതിന് പാരമ്പര്യമില്ല, അത് സ്വീകരിക്കുന്ന രാഷ്ട്രീയ ലൈൻ ഏതാണെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. വേണമെങ്കിൽ അത് ഹിന്ദുത്വ രാഷ്ട്രീയം പറയും, വേണമെങ്കിൽ പോപ്പുലിസ്റ്റ് രാഷ്ട്രീയം പറയും, വെൽഫെയർ സ്കീമുകളെ കുറിച്ച് സംസാരിക്കും, വേണമെങ്കിൽ രാഹുൽ ഗാന്ധിയെ ചീത്ത വിളിക്കും, അല്ലെങ്കിൽ ലെഫ്റ്റിനെ ചീത്ത വിളിക്കും, BJP ഏത് ലൈനും എടുക്കാൻ മടിയില്ലാത്ത, തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ എന്തും ചെയ്യാം. അതിനൊരു നായകനുണ്ട്, അരവിന്ദ് കെജ്രിവാൾ. അദ്ദേഹം തന്നെയാണ് ഗുജറാത്തിലെ നായകൻ, അദ്ദേഹം തന്നെയാണ് പഞ്ചാബിലെ നായകൻ, അദ്ദേഹം തന്നെയാണ് ഡൽഹിയിലെ നായകൻ. ഇത് അദ്ദേഹം തോറ്റുപോയിരിക്കുന്നു എന്നാണ് ഇപ്പോഴത്തെ കാഴ്ച. ചിലപ്പോൾ ജയിച്ചേക്കാം, മാറി മറിയാണല്ലോ ഫലം, പക്ഷെ ഉറപ്പില്ല ജയിക്കുമോ ഇല്ലയോ എന്ന്. അദ്ദേഹത്തിൻ്റെ പാർട്ടിയും ഡൽഹിയിൽ വീണു. നിങ്ങളുടെ ഒരു പ്രധാന ഭൂമിക ഡൽഹിയാണ്. അവിടെ തോറ്റു എന്ന് വെച്ചാൽ ഇനി നിങ്ങൾ എന്ത് പറഞ്ഞിട്ടാണ് അതിജീവിക്കാൻ പോവുക? അപ്പോൾ ഒരു ഹ്രസ്വവസന്തം കഴിഞ്ഞു എന്നാണ് അനൂപ് പറയുന്നത്. ഒരിക്കലുമല്ല. ഡൽഹി കണ്ടിട്ടല്ല ആം ആദ്മി പാർട്ടി മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് വളർന്നത് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഡൽഹി എന്നല്ല, അരവിന്ദ് കെജ്രിവാൾ എന്ന റോൾ മോഡലിനെ കണ്ടിട്ട് മാത്രമാണ് നമ്മൾ ഇത്രയും നാൾ നമ്മുടെ ഈ പാർട്ടി മറ്റ് സംസ്ഥാനങ്ങളിൽ പോലും വളർന്നു പോകുന്നത്. ഡൽഹിയിൽ അവർ ചെയ്യുന്ന സേവനങ്ങളുടെ ഒരു പ്രതിച്ഛായ കണ്ടിട്ട്, അല്ലെങ്കിൽ അത് മറ്റ് സംസ്ഥാനങ്ങളിൽ കിട്ടുമെന്ന് കണ്ടിട്ടാണ് വളർന്നത്. അതിനകത്തൊരു പ്രത്യേക കാര്യം പറയാനുള്ളത്, ഈ നേരത്തെ പറഞ്ഞ കണക്ക് അഴിമതിക്കെതിരെ അല്ലെങ്കിൽ അഴിമതിക്കാരുടെ പാർട്ടി എന്ന് പറയുമ്പോൾ പല കാരണങ്ങൾ, നിങ്ങൾ നേരത്തെ പറഞ്ഞ കണക്ക് പല കാരണങ്ങളുണ്ട്. അതിൽ മസിൽ ആൻഡ് മണി പവറാണ് BJPയുടെ ശക്തി. BJP ആ ഒരു ശക്തി ഉപയോഗിച്ച് സംസ്ഥാനങ്ങളെ പിടിച്ചടക്കാൻ നോക്കുമ്പോൾ അതിനിടയിൽ നിന്ന് അവരെ കൃത്യമായി ഫൈറ്റ് ചെയ്യാനും രാഷ്ട്രീയ ബദലുണ്ടാക്കാനും അരവിന്ദ് കെജ്രിവാൾ എന്ന മനുഷ്യന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ജനങ്ങൾക്ക് നൽകിയ സേവനങ്ങൾ മുൻനിർത്തി പ്രവർത്തിക്കുന്ന, വളരെ ഐഡിയോളജിക്കലായിട്ട് പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി കൂടിയാണ്. നമുക്ക് ഉദാഹരണം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള പ്രോജക്ട്സുകൾ എടുത്തു കഴിഞ്ഞാൽ, ഒരു പാലം പണിയണം അല്ലെങ്കിൽ ഒരു കെട്ടിടം, ഒരു റോഡ് പണിയണമെങ്കിൽ നമ്മുടെ കേരളത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം എന്താണ് ചെയ്യുന്നത്? ഈ മുഴുവൻ അഴിമതിയുടെ കൂത്തരങ്ങ് തന്നെയാണ്. 1000 കോടിക്ക് ടെൻഡർ ഇട്ട് കഴിഞ്ഞാൽ ആ ടെൻഡർ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അത് 2000 കോടി 3000 കോടിയും പിന്നെ റീടെൻഡറും അതിനുമേൽ ടെൻഡറുമായി പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കണ്ടു. അതേസമയത്ത് ഡൽഹിയിൽ നോക്കൂ, ഡൽഹിയിൽ 500 കോടിക്ക് ഒരു പാലം പണിയാൻ ടെൻഡർ ഇട്ട് കഴിഞ്ഞാൽ ആ പാലം പണി 400 കോടിക്കകത്ത് തീർക്കാനുള്ളൊരു സംവിധാനം അരവിന്ദ് കെജ്രിവാളിനുണ്ട്. വളരെ വളരെ വിദ്യാസമ്പന്നനായ അരവിന്ദ് കെജ്രിവാൾ കൃത്യം ടാക്ടിക്സിലൂടെ മാത്രമാണ് ഡൽഹിയെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ഈ മണി പവർ, മസിൽ പവർ ഇല്ലാത്ത വളരെ വളരെ ചുരുങ്ങിയ 1-2 സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന ഒരു കേരളത്തിന് BJPയെ പോലെ ഇത്രയും കോടിക്കണക്കിനോട് അഴിമതി ചെയ്യുന്ന ഒരു പാർട്ടിയുടെ മുമ്പിൽ, വർഗീയ പാർട്ടിയുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അരവിന്ദ് കെജ്രിവാൾ അത്രയും ശക്തിയോടെ എല്ലാ കാര്യത്തിലും കൃത്യമായി പ്രതികരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതുതന്നെയാണ് വ്യക്തമായി ഇവിടെ പറയാനുള്ളത്. ഇപ്പോഴും ഇവർ പറയുന്നു അഴിമതിക്കാരുടെ പാർട്ടി. ഡൽഹി മുഖ്യമന്ത്രി വസതിയെക്കുറിച്ച് ഇവർ പറയുന്നു. ഡൽഹിയുടെ മുഖ്യമന്ത്രിയുടെ വസതിയാണ് അദ്ദേഹം റെനോവേറ്റ് ചെയ്തത്. വർഷങ്ങളായി മോശമായി കിടന്ന മുഖ്യമന്ത്രിയുടെ വസതി, എത്രയോ ഓഫീസുകൾ അതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ഇതെല്ലാം ചേർത്തൊരു സ്ഥലമാണ് അദ്ദേഹം റെനോവേറ്റ് ചെയ്തത്. ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഡൽഹിയിൽ ഇന്ന് ആര് ജയിച്ചാൽ അവർ തന്നെയാണ് ആ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉപയോഗിക്കാൻ പോകുന്നത്. കോടിക്കണക്കിന് അഴിമതി പറയുന്ന ഓഫീസ് ഇന്ന് ജയിക്കുന്ന ആരാണോ ആ പാർട്ടിക്ക് ഉപയോഗിക്കാനുള്ള സംവിധാനമാണ് ഡൽഹിയിലുള്ളത്. ഇപ്പോൾ അവരെന്ത് ചെയ്യും? ഈ അരവിന്ദ് കെജ്രിവാൾ മോഡിഫൈ ചെയ്തു അല്ലെങ്കിൽ കോടിക്കണക്കിന് രൂപയ്ക്ക് അഴിമതി നടത്തി ഇത് റെനോവേറ്റ് ചെയ്തു എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ വസതി ആരാണ് ഇനി ഉപയോഗിക്കാൻ പോകുന്നത്? ഇത്തരം കാര്യങ്ങളെല്ലാം വെറും ജിമിക്കികളാണ്. അരവിന്ദ് കെജ്രിവാളിനെയും ആം ആദ്മി പാർട്ടിയും തറതീർത്ത് കാണിക്കാൻ മറ്റു പാർട്ടികൾ, BJPയും കോൺഗ്രസിന് കൃത്യമായി അറിയാം ഡൽഹിയിൽ ജയിക്കാൻ സാധിക്കില്ല എന്ന്. അതുകൊണ്ട് അവർ ഡബിൾ ഗെയിം കളിച്ചതാണ്. ഇന്ന് ആം ആദ്മി പാർട്ടി ഡൽഹി ജയിച്ചെങ്കിൽ ഇന്ത്യ മുന്നണിയിൽ ഏറ്റവും ശക്തിയായ പാർട്ടിയായി ആം ആദ്മി പാർട്ടി മാറുമായിരുന്നു. അത് തകർക്കാൻ വേണ്ടി ഇന്ത്യ മുന്നണിയിലുള്ള കോൺഗ്രസ് തന്നെ ആം ആദ്മി പാർട്ടി ഒറ്റുകൊടുത്ത സീനാണ് നമുക്ക് ഡൽഹിയിൽ കാണാൻ കഴിഞ്ഞിരിക്കുന്നത്.